യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, അതും ഒരധ്യായമേ ഉള്ളൂ. അതിൽ പറയുന്നു, യോഹന്നാൻ ഗായോസിന് എഴുതുകയാണ്, തൻ്റെ ശിഷ്യനായ ഗായോസിന് എഴുതുകയാണ്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവവും നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നത്. നാം സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവനൊരു പരിചയമാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവവചനത്തിൽ വാസ്തവമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ആവശ്യങ്ങളെ നടത്തിത്തരുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ടാണ് 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരും. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബം എങ്ങനെയായിരിക്കും? ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവൻ്റെ കരം തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും. 121-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയായിരിക്കും അവൻ്റെ വീടിനകത്ത്. അവൻ്റെ മക്കളോ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ഇങ്ങനെ യഹോവഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ലോകം പല രീതിയിൽ വേദനയിലും ഭാരത്തിലും നിരാശയിലും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട്. പ്രതിസന്ധികളില്ലെന്നല്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. രോഗം വന്നാലും ഞെരുക്കം വന്നാലും പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവിക പ്രത്യാശ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷത്താൽ ഹൃദയത്തെ നിറയ്ക്കുന്ന ഒരു ദൈവം. നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും, അല്ലേ? നമ്മുടെ ഹൃദയം സന്തോഷമാണ് അനുഭവിക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്തത് പ്രതിഫലിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞെരുക്കവും വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മുടെ മുഖത്തത് അറിയാൻ പറ്റും. അന്നേരം ഹൃദയത്തിൽ ഒരു സന്തോഷം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷത്താൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. അവൻ്റെ കരം തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഉഷ്ണം തട്ടുമ്പോൾ അതിൻ്റെ ഇല വാടിപ്പോകയില്ല. അവൻ ഒരു ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു ഫലപ്രദമായ വൃക്ഷമാണ്.